ഗുഡ് മോർണിംഗ്. ഡേ 17 ഓഫ് മൈ 75 ഹാർഡ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷായി കാർഡിയോ വർക്കൗട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് എഗ്ഗ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് കോഴിക്കോട് പോകേണ്ട ആവശ്യമുണ്ട്. പോകുന്ന വഴിക്ക് ഒരു മസാല ദോശ കഴിച്ച്. ഓക്കെ, അങ്ങനെ രാവിലത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ കോഴിക്കോട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. വന്നിട്ട് ചെറിയ ടെസ്റ്റും കാര്യങ്ങളുണ്ട്. എനിക്കല്ല, അപ്പോൾ ഇന്ന് വർക്ക് ഓഫ് എടുത്ത് ജോലിക്ക് കയറിയിട്ടില്ല. പുതിയ ഓഫൊക്കെ എടുത്ത് തുടങ്ങി. അപ്പോൾ എന്തായാലും ഞാൻ ഈ ബുക്ക് വായിക്കട്ടെ. ബുക്ക് വായിച്ച് ഇനി വെറുതെ ഇരുന്നപ്പോൾ പെട്ടെന്ന് തോന്നി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാമെന്ന്. സോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോയി. ബ്ലഡ് ഡൊണേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വരും. ഓ, അപ്പൊ സാമൂഹ്യ സേവന പ്രവർത്തനമൊക്കെ ഉണ്ട് അല്ലേ? അയ്യോ, അതല്ല, ഇവിടെ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ ഒരു ഫ്രൂട്ട് കിട്ടും. അതൊക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറി സൈൻ ചെയ്യാൻ ഒരു കാര്യമായിട്ട് കയറി അവിടെ അങ്ങനെ വെറുതെ ഇരിക്കല്ലേ. ഞാൻ ജസ്റ്റ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് ഒരു 4 മാസം മുമ്പ് ഞാൻ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നെക്സ്റ്റ് ബ്ലഡ് ഡൊണേഷനാണ്. വർഷത്തിൽ 2 പ്രാവശ്യം ഡൊണേറ്റ് ചെയ്യണം നല്ലതാണ്. ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ചെയ്യാറുണ്ട്, ചെയ്തോളി. പിന്നെ ലഞ്ചായിട്ട് മീൽസാണ് കഴിച്ചത്. അങ്ങനെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് വന്ന് കിടന്നതാണ്. നല്ലൊരു ഉറങ്ങി. നല്ല ചൂടുണ്ട് വണ്ടിയിൽ. ഇപ്പോൾ വെയിലൊക്കെ ഒന്ന് മാറി ഒരു മഴ അന്തരീക്ഷത്തിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. നേരിയൊരു ഇരുട്ടുമൂടലും കാർമേഘം ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിനൊന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, വെറുതെ ഇരിക്കാണ്. കിടന്നുറങ്ങിയാൽ മതി. ഞാൻ ഫോൺ റെക്കോർഡിങ്ങിലിട്ടിട്ട് കിടന്നുറങ്ങി. ചാർജ് നല്ല കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 80 or 60 കണ്ടുണ്ടായത് 24 ആയിട്ടുണ്ട്. അപ്പോൾ ഫോൺ നോക്കിയിരിക്കാൻ നോക്കൂല. നമുക്ക് പുസ്തകം വായിച്ചിരിക്കൽ ആക്കാം. പിന്നെ ഡിന്നറിന് ഗീ റോസ്റ്റാണ് കഴിച്ചത്. ഓക്കെ, എന്തായാലും വീട്ടിൽ പോയിട്ട് ജിമ്മ് പോലും നടക്കും തോന്നുന്നില്ല. ഈ ബ്ലോക്ക് കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ തന്നെ നല്ല നേരം പോകും. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിൻ്റെ സ്പേസ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഒരു 10-15 റൗണ്ട്, ഏകദേശം 1/4 മണിക്കൂർ ഞാൻ നടന്ന്. അപ്പോൾ സെക്കൻഡ് വർക്കൗട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇനി നാട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, ഓക്കെ അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ വീട്ടിലെത്തിയുള്ളൂ. ഇനി 9:10 അപ്പോൾ ബുക്ക് വായിച്ച് വെള്ളം കുടിച്ച് ഒരു സെൽഫി കൂടി അപ്ലോഡ് ചെയ്യാണ്ട് ബാക്കി എല്ലാ സംഭവമായി. വർക്കൗട്ടായിട്ട് ഞാനിവിടെ പാർക്കിംഗ് റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 1/4 മണിക്കൂർ നടന്ന്. അപ്പോൾ സെക്കൻഡ് വർക്കൗട്ടായി. രാവിലെ വർക്കൗട്ടും കഴിഞ്ഞ് ഇപ്പോൾ ജിമ്മ് പോകാൻ നേരമല്ല. അപ്പോൾ ഞാനൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.